വിഷ്ണുശാലിനിയുടെ പുതിയ എപ്പിസോഡിൽ ആ വാർഷിക ആഘോഷത്തിൻ്റെ ആ ദിവസമാണ് കാണിക്കുന്നത്. ഹോട്ടലിലെല്ലാം റെഡി ആയിരിക്കുകയാണ്. വിഷ്ണുവും കമലിനും ഒക്കെ ഇങ്ങനെ ഹോട്ടലിൻ്റെ പുറത്ത് നിൽക്കുകയാണ്. വരുന്നവരെയൊക്കെ സ്വീകരിക്കുന്നുണ്ട്. എല്ലാവരെയും സ്വീകരിച്ച് അകത്തേക്ക് ഇരുത്തുകയാണ്. ഭക്ഷണം കഴിച്ചിട്ടേ പോകാവൂ എന്നൊക്കെ പറഞ്ഞ് ആകെ സന്തോഷത്തിലാണ് വിഷ്ണു. തുടർന്ന് എല്ലാവരും എത്തിയല്ലേ ആശാനോ, നമുക്ക് അകത്തേക്ക് ഇരിക്കാമെന്ന് പറയുകയാണ്. അന്നേരം വരേണ്ട ആൾ എത്തിയില്ലല്ലോടാ എന്നിങ്ങനെ വിഷ്ണു ചോദിക്കുകയാണ്. ഓ, ഏട്ടത്തിയമ്മ വന്നില്ലല്ലേ എന്നിങ്ങനെ കമലൻ കുറച്ച് ഉറക്കനെ പറയുമ്പോൾ കമലിൻ്റെ കൈ പിടിച്ചങ്ങ് തിരിക്കുകയാണ്. അന്നേരം ആശാനെ എനിക്ക് വേദനിക്കുന്നു എന്നൊക്കെ വിഷ്ണുവിനോട് കമലൻ പറയുന്നുണ്ട്. അന്നേരം രഹസ്യമായിട്ട് തന്നെ വെക്കണമെന്ന് പറയുകയാണ്. തുടർന്ന് കമലൻ ചോദിക്കുകയാണ്, അതിപ്പോൾ എന്താ ഇത്ര രഹസ്യമായിരിക്കാനുള്ളത്? ഇതിപ്പോൾ കുറച്ച് സമയത്തിനകം അറിയില്ലേ എല്ലാം അങ്ങോട്ട്? ആശാനെ അന്ന് ലോക്കപ്പിൽ നിന്ന് ഇറക്കിയതും പിന്നീട് സത്യാമ്മയ്ക്ക് തോക്കിൻ്റെ ലൈസൻസ് അനുവദിച്ചതും ഈ ഭൂമിക്ക് അന്ന് സ്റ്റേ തന്നതും ഈ 7ാം വാർഷിക ആഘോഷത്തിന് കളമൊരുക്കിയതും ഒക്കെ ഏട്ടത്തിയമ്മയാണെന്ന് ഏട്ടത്തിയമ്മ വരുമ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ അറിയില്ലേ ചോദിക്കുകയാണ്. അന്നേരം അത് അപ്പോഴല്ലേടാ ഇതെല്ലാം ചെയ്തത് ശാലിനിയാണെന്ന് ശാലിനി വന്ന് ഇറങ്ങുമ്പോൾ അപ്പോഴമ്മ അറിയുമ്പോഴും അമ്മയുടെ മുഖം എനിക്കൊന്ന് കാണണോടാ എന്നൊക്കെ പറഞ്ഞൊരു വാശിയിൽ ഇങ്ങനെ വിഷ്ണു നിൽക്കുകയാണ്. അന്നേരം ഓ അങ്ങനെ എന്നും പറഞ്ഞിട്ട് കമലിൽ നിൽക്കുകയാണ്. ഇതേസമയം ശാലിനിയാണെങ്കിൽ കാറിലിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് കാണിക്കുന്നുണ്ട്. തുടർന്ന് വിഷ്ണുവിൻ്റെ ഈ സംസാരവും ചിരിയും ബഹളവും സന്തോഷവും ഒക്കെ കണ്ടിട്ട് ശ്യാമയാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ മാറി നിൽക്കുകയാണ്. തുടർന്ന് രോഹിത്തോന്ന് ചോദിക്കുന്നുണ്ട്, നീ എന്താ ഇങ്ങനെ മാറി നിൽക്കുന്നത്? വരുന്ന ഗസ്റ്റുകളെയൊക്കെ അങ്ങോട്ട് സ്വീകരിക്കാനായിട്ട്. അന്നേരം ഇവൻറ്റ് മാനേജുകാരെ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ, അവർ ചെയ്തോളൂ എന്ന് പറഞ്ഞ് ശ്യാമ വീണ്ടും നിൽക്കുമ്പോൾ അവർ അങ്ങനെ എല്ലാം ഒന്നും ചെയ്യത്തില്ല, നമ്മൾ ശ്രദ്ധിച്ച് ചെയ്താലേ കാര്യങ്ങൾക്കൊക്കെ ഒരു നീക്കുപോക്കുണ്ടാവുമെന്നും പറഞ്ഞ് ശ്യാമയെ രോഹിത് അങ്ങ് കുറേ ഉപദേശിക്കുകയാണ്. പക്ഷേ ശ്യാമയാണെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഈ സമയത്ത് പൊന്നി ജ്യൂസുമായിട്ട് വരുന്നുണ്ട്. അന്നേരം അതെന്താണെന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ കൊണ്ടുപോയി കൊടുക്കാമെന്നും പറഞ്ഞ് രോഹിത് അത് വാങ്ങിച്ചുകൊണ്ടങ്ങ് പോവുകയാണ്. തുടർന്ന് പിള്ളയാണെങ്കിൽ അങ്ങോട്ട് വരുന്നുണ്ട്. തുടർന്ന് പൊന്നിയോട് പറയുകയാണ്, രോഹിത് കുഞ്ഞിനാണെങ്കിൽ ജോലി എന്ന് വെച്ചാൽ പ്രാന്താണ്, ഓടിച്ചാടി നടന്ന് ചെയ്യുന്നത് കണ്ടില്ലേ എന്നൊക്കെ പറയുകയാണ്. തുടർന്ന് പൊന്നി അത് ശരിവയ്ക്കുമ്പോൾ പിള്ള പറയുന്നുണ്ട്, ഞാൻ രോഹിത് മോൻ്റെ കാര്യമല്ല, വിഷ്ണു കുഞ്ഞിന് എന്ത് പറ്റി എന്നാണ് ആലോചിക്കുന്നതെന്ന്. കണ്ടില്ലേ ചൊടിയും ചുണയും ഉത്സാഹവും ഒക്കെ കണ്ടില്ലേ? ഈ വിഷ്ണു ലോകം എന്ന് പറയുന്നത് വിഷ്ണു കുഞ്ഞിൻ്റെ ജീവനായിരുന്നു. അന്ന് ശാലിനി ഉള്ളത് കൊണ്ടാണ് സമയത്ത് ഉദ്ഘാടനം വരെ നടന്നത് എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ എനിക്കറിയാവുന്ന കാര്യങ്ങളല്ലേ എന്ന് പൊന്നി തിരിച്ച് ചോദിക്കുകയാണ്. അന്നേരം ശ്യാമ ഇതൊക്കെ കേട്ടുകൊണ്ട് അങ്ങ് മുന്നോട്ട് നടക്കുകയാണ്. അവരുടെ അടുത്തൊന്നും പോകുന്നില്ല, കുറച്ച് അപ്പുറത്തോട്ട് തന്നെ വിഷമിച്ച് വീണ്ടും നിൽക്കുകയാണ്. തുടർന്ന് പിള്ളച്ചേട്ടൻ എന്തായി പറഞ്ഞു വരുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ഇപ്പോൾ 6 വർഷം ആഘോഷമൊക്കെ ആനിവേഴ്സറി ഒക്കെ നടന്നില്ലേ, അന്ന് ഇവിടേക്ക് വിഷ്ണു കുഞ്ഞ് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? ഇല്ലല്ലോ. പക്ഷേ ഈ 7ാം വാർഷിക ആഘോഷത്തിന് വിഷ്ണു കുഞ്ഞാണ് എല്ലാത്തിനും മുൻകൈ എടുത്ത് നിൽക്കുന്നത്. അപ്പോൾ ഈ ഉത്സാഹമൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ശാലിനി കുഞ്ഞ് വരും എന്ന് തന്നെയാണ്. ഇനിയിപ്പോൾ അവർ തങ്ങളിലുള്ള ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണെന്ന് തോന്നുന്നു. ശാലിനി കുഞ്ഞ് വരും എന്നുള്ളത് വിഷ്ണു കുഞ്ഞിനെ അറിയാമെന്ന് തോന്നുന്നു. എന്തായാലും വരട്ടെ എന്നൊക്കെ പറയുകയാണ്. അന്നേരം പൊന്നി ചോദിക്കുന്നുണ്ട്, പക്ഷേ ശാലിനി കുഞ്ഞ് വന്ന് സത്യാമ്മയുടെ മുന്നിൽ നിന്നാലുള്ള അവസ്ഥ എന്താണെന്ന് അറിയാമോ? രോഹിത് കുഞ്ഞും ഈ കൊച്ചുമൊക്കെ എത്തി സന്തോഷമായിട്ട് ജീവിക്കുകയാണ്, അതൊക്കെ ഇല്ലാതാകും എന്നിങ്ങനെ പൊന്നിയും പറയുന്നുണ്ട്. അന്നേരവും ശ്യാമ ഇതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. ഇതേ സമയവും ശാലിനി വരുന്നത് കാണിക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് കമലനും വിഷ്ണുവും ആണെങ്കിൽ ഭയങ്കര തമാശയൊക്കെ പറയുകയും പൊട്ടിച്ചിരിക്കുകയും ആർത്തുല്ലസിക്കുകയും ഒക്കെ ചെയ്ത് ആകെ സന്തോഷത്തിലാണ് വിഷ്ണു നിൽക്കുന്നത്. തുടർന്ന് കുറേ നേരമായിട്ട് വിഷ്ണു അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണല്ലോ, എന്താടാ വരാത്ത എന്നിങ്ങനെ കമലിനോട് ചോദിക്കുമ്പോൾ ഇപ്പോൾ വരൂ ആശാനെ എന്ന് പറയുകയാണ്. തുടർന്ന് നമ്മളിവിടെ വെയിറ്റ് ചെയ്ത് നിന്നിട്ട് യാതൊരു കാര്യവുമില്ല, ചിലപ്പോൾ സെക്യൂരിറ്റി ആണെന്ന് വിചാരിക്കും, ഏട്ടത്തിയമ്മ പൈലറ്റ് വാഹനത്തിലൊക്കെ അല്ലേ വരുന്നത്, അവരൊന്നും നമ്മളെ മൈൻഡ് ചെയ്യില്ല എന്ന് പറയുമ്പോൾ വിഷ്ണു ഇങ്ങനെ നോക്കുകയാണ്. അന്നേരം സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ആശാനല്ല എന്നെയാണ് എന്നിങ്ങനെ കമലം പെട്ടെന്ന് അങ്ങ് പറഞ്ഞങ്ങ് തടിതപ്പിയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നമുക്ക് അകത്തോട്ട് പോയി നിൽക്കാം, അപ്പോൾ അവിടെ ചെന്നിട്ട് ആശാനാണെങ്കിൽ എല്ലാവരും ഏട്ടത്തിയമ്മ കാണും, അപ്പോൾ സസ്പെൻസ് ഒക്കെ പൊളിഞ്ഞ് നിൽക്കുമ്പോൾ ഏട്ടത്തിയമ്മ മാലയിട്ട് അങ്ങോട്ട് സ്വീകരിക്കും. അപ്പോൾ ഒരു പഞ്ച് ഡയലോഗൊക്കെ അങ്ങോട്ട് പറയുമ്പോൾ അടിപൊളിയാവില്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അത് കൊള്ളാം അല്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഞാൻ ഉദ്ദേശിച്ചതുപോലെ അല്ല, നീ വെറും വേസ്റ്റ് ആണെന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷെ നിനക്ക് അല്പം ബുദ്ധിയുണ്ട് എന്നൊക്കെ പറയുകയാണ്. അന്നേരം കളിയാക്കിയതാണ് എന്ന് കമലിന് മനസ്സിലാവുകയാണ്. അന്നേരം ആശാനെ എന്ന് വിളിക്കുമ്പോൾ പോട്ടടാ സാരമില്ല എന്നൊക്കെ പറഞ്ഞ് അവനിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. തുടർന്ന് അനുവിനെ പറയുന്നുണ്ട്, ഇല്ലെങ്കിൽ കരിങ്കുടി കാട്ടണം, എങ്കിലേ നമ്മൾ ശ്രദ്ധിക്കും
ശ്രദ്ധിക്കൂ എന്ന് പറയുകയാണ്. അന്നേരവും വിഷ്ണു ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കുമ്പോൾ നാവ് പിഴ എന്നും പറഞ്ഞ് ഇങ്ങനെ തൻ്റെ തലയ്ക്ക് തന്നെ കമലിന് ഇങ്ങനെ ഇട്ട് അടിക്കുന്നുണ്ട്. ഈ സമയത്താണ് പപ്പിയും സത്യയും കൂടി ഓടി വരുന്നത്. വിഷ്ണു വെച്ചാന്നും പറഞ്ഞ് പപ്പി ഓടി വരുന്നത്, ബിഗ് ഫ്രണ്ട് എന്നും പറഞ്ഞ് സത്യയും കൂടി ഓടി വരുന്നത്. അന്നേരം മാഡം എത്തിയോ, എപ്പോൾ എത്തി എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം ഞാൻ രാവിലെ എത്തി, എപ്പോഴേ എത്തി കേട്ടോ പപ്പി, എൻ്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞിട്ട് എൻ്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ല എന്ന് പറയുകയാണ്. അന്നേരം മാപ്പാക്കണം മാഡം എന്നിങ്ങനെ വിഷ്ണു പറയുകയാണ്. തമാശ പോലെയാണ് സംസാരിക്കുന്നതൊക്കെ. തുടർന്ന് പ്രോഗ്രാം എന്താ തുടങ്ങാത്തതെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ഉടനെ തുടങ്ങും എന്നിങ്ങനെ വിഷ്ണു പറയുന്നുണ്ട്. അന്നേരം എന്താ തുടങ്ങാത്തതെന്നും പറഞ്ഞ് വീണ്ടും സത്യനെ ചോദിക്കുമ്പോൾ ശരി മാഡം ഇപ്പം തുടങ്ങാൻ പറയാമെന്ന് പറയുകയാണ്. തുടർന്ന് സത്യ എപ്പോൾ എത്തിയും ചോദിക്കുമ്പോൾ രാവിലെ വന്നു, ഡ്രൈവർ അങ്കിൾ കൊണ്ടുവിട്ടു എന്നൊക്കെ പറയുകയാണ്. തുടർന്ന് നിങ്ങൾക്ക് എന്താ പ്രോഗ്രാം എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ സസ്പെൻസ് ആണെന്ന് പറയുന്നുണ്ട്. എന്നാലും ഫ്രണ്ടായിട്ട് എന്നോടും പറയില്ലേ എന്നിങ്ങനെ വിഷ്ണു ചോദിക്കുമ്പോൾ സത്യ എന്ന് പപ്പി പറയുകയാണ്. തുടർന്ന് നമ്മൾ രണ്ടുപേരും കൂടി പാട്ടും ഡാൻസും ഒക്കെ ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അവരും സംസാരിക്കുകയാണ്. വിഷ്ണു കുട്ടി സംസാരിക്കുന്നതൊക്കെ ഇങ്ങനെ അതിശയത്തോടെ നോക്കി നിൽക്കുകയാണ്. തുടർന്ന് ഇതൊക്കെ ആരുടെ ഐഡിയ ആണ് ചോദിക്കുമ്പോൾ സത്യയുടെ അമ്മയുടെ ആണെന്ന് പപ്പി ഇങ്ങനെ പറയുകയാണ്. അന്നേരം വിഷ്ണു ഓർക്കുന്നുണ്ട് അന്ന് വഴിയിൽ വെച്ച് വണ്ടി കേടായപ്പോൾ ആ ഡ്രൈവർ വന്ന് വണ്ടി ശരിയാക്കി തന്നതും ആ മാഡത്തോടാണ് നന്ദി പറയേണ്ടത് എന്ന് പറഞ്ഞതും, പിന്നീട് വീട്ടിൽ വെച്ച് ഡ്രൈവർ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നപ്പോൾ മാഡം കാറിലിരിക്കുന്നു എന്ന് പറഞ്ഞതും ഒക്കെ എന്തായാലും കൊള്ളാം എന്നിങ്ങനെ വിഷ്ണു അതൊക്കെ ഓർത്തിട്ടിങ്ങനെ തല ഉലുക്കുകയാണ്. എന്നിട്ട് രണ്ടുപേരോടും അകത്തോട്ട് കയറി പോകാനായിട്ട് പറയുന്നുണ്ട്. ഇതേസമയം ശ്യാമയാണെങ്കിൽ ഒറ്റയ്ക്ക് പോയി ഒരു സ്ഥലത്തങ്ങ് മാറി നിൽക്കുകയാണ്. തുടർന്ന് രോഹിത് ആൾക്കാരെയൊക്കെ സ്വീകരിക്കുന്ന കൂട്ടത്തിൽ വീണ്ടും ഇങ്ങനെ ശ്യാമയെ ശ്രദ്ധിക്കുകയാണ്. താനിപ്പോഴും ഇവിടെ വന്ന് നിൽക്കുകയാണോ, എനിക്കൊരു കൈസഹായത്തിന് വാടോ, അവിടെ ആൾക്കാരൊക്കെ വന്നു തുടങ്ങി എന്ന് പറയുമ്പോൾ പിന്നെ ശ്യാമയാണെങ്കിൽ സങ്കടത്തോടെ രോഹിത് എന്ന് പറഞ്ഞിങ്ങനെ കയ്യിലേക്ക് കയറി പിടിക്കുകയാണ്. അന്നേരം എന്ത് പറ്റിയോടോ, കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നല്ലോ, എന്ത് പറ്റിയും ചോദിക്കുമ്പോൾ ഈ സ്നേഹം എനിക്ക് നഷ്ടപ്പെടുത്താനായിട്ട് വയ്യ, പപ്പിമോളെ നഷ്ടപ്പെടുത്താനായിട്ട് വയ്യ എന്നിങ്ങനെ മനസ്സിൽ പറയുകയാണ്. അന്നേരം എന്താണോ ചോദിക്കുമ്പോൾ എനിക്ക് ചെറിയൊരു തലവേദന പോലെ എന്ന് പറയുകയാണ്. അന്നേരം ആണോ എങ്കിൽ വാ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറയുകയാണ്. അന്നേരം വേണ്ട ഞാൻ ടാബ്ലറ്റ് കഴിച്ചു എന്ന് പറയുന്നുണ്ട്. അന്നേരം താൻ സ്വയം ചികിത്സയും തുടങ്ങിയെന്നും പറഞ്ഞ് രോഹിത്തിന് കുറച്ച് ദേഷ്യം വരികയാണ്. അന്നേരം അന്നുമല്ല ഇവിടെ ഇതുപോലൊരു ഫംഗ്ഷൻ നടക്കുകയില്ലേ, അപ്പോൾ ഹോസ്പിറ്റലും ഡോക്ടറും ഒന്നും വേണ്ട, ഇവിടെ നിൽക്കുമ്പോൾ കുറച്ചും കൂടെ മാറിക്കോളും, കുഴപ്പമൊന്നുമില്ല എന്ന് പറയുകയാണ്. അന്നേരം എങ്കിൽ റൂമിൽ പോയി റെസ്റ്റ് എടുക്കുമെന്ന് പറയുകയാണ്. എനിക്ക് ഇവിടെ നിന്ന് എങ്ങോട്ടും പോകാനായിട്ട് സാധിക്കില്ല, കുഞ്ഞേച്ചി വരുമോ ഇല്ലയോ എന്ന് അറിഞ്ഞിട്ടേ ആണ് എൻ്റെ ബാക്കിയുള്ള മുന്നോട്ടുള്ള ജീവിതം എന്നിങ്ങനെ മനസ്സിൽ വീണ്ടും ശ്യാമ കരുതുകയാണ്. ഈ സമയത്ത് പിള്ള വന്ന് വീണ്ടും രോഹിത്തിനെ വിളിക്കുകയാണ്. സത്യാമ്മ പറഞ്ഞു മൈക്കിൻ്റെ കാര്യം എന്തായി നോക്കാൻ, മൈക്ക് കംപ്ലൈൻ്റ് ആണ്, വർക്ക് ചെയ്യുന്നില്ല എന്നൊക്കെ. അന്നേരം ശ്യാമ പറയുന്നുണ്ട് രോഹിത് പൊയ്ക്കോ, ഞാൻ ഇവിടെ നിന്നോളാം, കുറച്ച് തണുത്ത കാറ്റടിക്കുമ്പോൾ എനിക്ക് ശരിയാകുമെന്ന് പറഞ്ഞിട്ട് പിള്ളയോടൊപ്പം രോഹിത്തിനെ പറഞ്ഞു വിടുകയാണ്. അന്നേരം ഓക്കെ ആണല്ലോ എന്നൊക്കെ ചോദിച്ചിട്ട് രോഹിത് അങ്ങ് പിള്ളയോടൊപ്പം പോവുകയാണ്. തുടർന്ന് വിഷ്ണു ആണെങ്കിൽ ആ സ്വിമ്മിംഗ് പൂളിൻ്റെ സൈഡിൽ ഇങ്ങനെ കുട്ടികളോട് തമാശയൊക്കെ പറഞ്ഞ് വലിയ ബഹളമൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. പപ്പിയും സത്യയും തൊട്ടടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട്, കമലിനും ഒക്കെ ഉണ്ട്. അന്നേരം വിഷ്ണു അച്ഛൻ ഇന്നെന്താ ഇത്ര വലിയ സന്തോഷം എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് സന്തോഷമൊന്നുമില്ല എന്നിങ്ങനെ വിഷ്ണു പെട്ടെന്ന് പറയുകയാണ്. അന്നേരം അതല്ല, എന്തോ ഒരു സന്തോഷമുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം നിനക്ക് വെറുതെ തോന്നിയതാകും എന്നിങ്ങനെ വിഷ്ണു പറയുകയാണ്. അന്നേരം കമല ഇതൊക്കെ ശ്രദ്ധിക്കുകയാണ്, സത്യ ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. തുടർന്ന് പപ്പിയാണെങ്കിൽ വിഷ്ണുവിൻ്റെ കൈയെടുത്ത് പപ്പിയുടെ തലയിലേക്ക് വെച്ചിട്ട് എങ്കിൽ എന്ന് പറയുകയാണ്. അന്നേരം എന്ത് പറഞ്ഞാലും അവളുടെ ഒരു സത്യം തലയെ കൈവെപ്പ് എന്നും പറഞ്ഞിങ്ങനെ വിഷ്ണു പെട്ടിരിക്കുകയാണ്. അന്നേരം സത്യം പറയുന്നുണ്ട്, കള്ളം പറയാൻ പാടില്ല എന്ന്. അന്നേരം അയ്യോ എന്നും പറഞ്ഞ് നിൽക്കുമ്പോൾ എങ്കിൽ പറയാമെന്ന് പറയുകയാണ്. അന്നേരം എന്ത് കള്ളമോ എന്നിങ്ങനെ സത്യ ചോദിക്കുമ്പോഴേ കള്ളം പറഞ്ഞാൽ അടി കിട്ടും, സത്യമേ പറയാൻ പാടുള്ളൂ എന്ന് പറയുകയാണ്. അന്നേരം അതൊരു സീക്രട്ട് ആണെന്ന് പറയുമ്പോൾ അതെന്തോ നമ്മുടെ സീക്രട്ടിന് വിലയില്ലേ, നമ്മൾ വിഷ്ണു അച്ഛനോട് ബിഗ് ഫ്രണ്ടിനോട് സത്യം പറഞ്ഞ് നമ്മുടെ സസ്പെൻസ് പറഞ്ഞല്ലോ നമ്മളെന്താ പെർഫോം ചെയ്യാൻ പോകുന്നതെന്ന്. അപ്പോൾ നമ്മോട് പറഞ്ഞില്ലെങ്കിൽ നമ്മൾ പിണക്കമാണ്, നമ്മൾ പോകുന്നു എന്നും പറഞ്ഞ് രണ്ടുപേരും അങ്ങ് പോകാൻ തുടങ്ങുകയാണ്. അന്നേരം പോവല്ലേ എന്നും പറഞ്ഞ് രണ്ടുപേരെയും കൂടെ ഇങ്ങനെ ചേർത്തടുത്തേക്ക് പിടിച്ച് നിർത്തുകയാണ്. അന്നേരം ആരോടും പറയില്ലെങ്കിൽ ഞാൻ പറയാം, വേറെ ആരും അറിയരുതെന്ന് പറയുകയാണ്. തുടർന്നില്ല പറയും വിഷ്ണു വെച്ചാന്ന് പറയുകയാണ്. അന്നേരം ഇന്ന് പപ്പിമോളുടെ ചേച്ചിയമ്മ വരാൻ പോകുന്നു, എങ്ങനെയുണ്ട് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം ഒരു കൊച്ചു കുട്ടിയെപ്പോലെ ആകെ ത്രില്ലടിച്ച് സന്തോഷത്തിലാണ് വിഷ്ണു. അന്നേരം ആണോ സത്യം എന്ന് ചോദിക്കുമ്പോൾ പപ്പിയുടെ കയ്യിലേക്ക് ഇങ്ങനെ അടിച്ചിട്ട് സത്യം എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം പപ്പി സത്യ കേട്ടോ ചേച്ചിയമ്മ വരാൻ പോകുന്നു എന്ന്. അന്നേരം എന്നാ വരാൻ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇടി പൊട്ടിക്കളി ഇന്നാണ് വരാൻ പോകുന്നതെന്ന്. അന്നേരം സത്യയോടും അങ്ങ് പപ്പി അങ്ങ് പറയുകയാണ് ചേച്ചിയമ്മ വരാൻ പോകുന്നു എന്നൊക്കെ. അന്നേരം പപ്പിയുടെ ചേച്ചിയമ്മ എവിടെന്നാ വരുന്നത് എന്നൊക്കെ സത്യ ചോദിക്കുമ്പോൾ അതൊന്നും പറയില്ല, അതൊക്കെ സീക്രട്ടാണ്, ഇത്രയും ഞാൻ പറഞ്ഞില്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം കുട്ടികൾക്കും ആകെ അങ്ങ് സന്തോഷമാവുകയാണ്. തുടർന്ന് അപ്പോൾ ഇനി നമുക്ക് ബാക്കിയൊക്കെ ഇനി വരുമ്പോഴറിയാം, ശേഷം സ്ക്രീനിൽ എന്നിങ്ങനെ പറഞ്ഞിട്ട് രണ്ട് കുട്ടികളെയും കൂടി ചേർത്തങ്ങ് പിടിക്കുകയാണ് വിഷ്ണു.
അത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട്. ഇപ്പോഴും ഈ ശാലിനി ഇങ്ങനെ കാറിൽ വന്നുകൊണ്ടിരിക്കുന്നത് കാണിക്കുകയാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ എന്തായാലും ശാലിനി ഹോട്ടലിലേക്ക് വരുന്ന സീനായിരിക്കും കാണിക്കുന്നത്. അതൊക്കെ നമുക്ക് വരും എപ്പിസോഡുകളിൽ കാണാം. ഓക്കെ, താങ്ക് യു.